നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. രാവിലെ നേരത്തെ എഴുന്നേറ്റു. ഞാനിപ്പോൾ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ആദ്യത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി. അപ്പോൾ റാഗി ദോശ, ചട്നി, ചമ്മന്തി ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒരു ഐഡിയ തോന്നിയിട്ടാണ്. ഇവിടെ കുറച്ച് ഇതായിരിക്കണേ കൂവനൂറ് ഇരിക്കുന്നുണ്ട് കേട്ടോ കുറച്ച്. അപ്പോൾ കുറച്ച് ദിവസം മുമ്പ് ഞങ്ങളിത് ഒരു പായസം പോലെയൊക്കെ ഉണ്ടാക്കി കുടിച്ചായിരുന്നു. കൂവനൂറ് നല്ല ഒരു ഭക്ഷണമാണല്ലോ. വയറിനൊക്കെ അസുഖം ഉണ്ടെങ്കിൽ കഴിക്കണം നല്ലതാണ്. അതേപോലെ യൂറിനറി ഇൻഫെക്ഷൻ ഉള്ളവർക്ക് നല്ലതാണ്. ഇപ്പം ഞങ്ങൾക്ക് അതൊന്നും ഇല്ല കേട്ടോ. എങ്കിലും നല്ല ചൂടുള്ള കാലത്തൊക്കെ ഇത് കഴിക്കാമെന്ന് പറയാം. ഇതിവിടെ ഇരിക്കണു, ഫ്രിഡ്ജിൽ ഇരിക്കുക. അപ്പം ഞങ്ങൾ വിചാരിച്ചു നമുക്കിന്ന് ഇതാണ് കുറുക്കി കഴിക്കുന്നത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാക്കിയാലോ, ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആക്കാം നമുക്ക് കേട്ടോ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. തീ കത്തിച്ചു, പാത്രം വയ്ക്കാം, വെള്ളം ഒഴിച്ചോളൂ. ഒരു കപ്പ് വെള്ളം ഒഴിച്ചു. വെള്ളം ഒഴിച്ചു. ഇനി മധുരം വേണ്ടേ? മധുരത്തിന് ശർക്കര ഇടാം. അപ്പോൾ ശർക്കര ഇട്ടു. ഒരു ഗ്ലാസ് വെള്ളം എടുത്തു. 1 സ്പൂണ്, 2 സ്പൂണ് മതിയാവോ? അത്ര മതിയില്ല, ഉണ്ടാവൂല്ലേ? ഒരു 2 ടേബിൾ സ്പൂൺ പൊടിയെടുത്തു കേട്ടോ. 2 ടേബിൾ സ്പൂൺ പൊടിയെടുത്തു. നന്നായിട്ട് കലക്കുക. ഇത് തിളയ്ക്കുമ്പോൾ ഇതിലൊഴിക്കുക അല്ലേ. അപ്പം ഇത്തിരി സ്വാദ് ഉണ്ടാവാനായിട്ട് നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്തിടാം കേട്ടോ. നമുക്ക് വറുത്ത് വെക്കാനോ, വേഗം മണി കഴിയുമല്ലോ. നെയ്യ് ഒഴിച്ചു, ചൂടാവട്ടെ. ഇത് ചൂടായിട്ടുണ്ട്, ഇടാം. സിന്ദൂരം ഇന്നെനിക്ക് കണ്ണെഴുതാൻ. മുന്തിരിങ്ങ ഇടാം. വെണ്ണിലെ നക്ഷത്ര മഷിക്കൂട്. ഇത് ഓഫാക്കാട്ടോ, അല്ലെങ്കിൽ കരിയും. അപ്പം നന്നായിട്ട് തിളച്ചു വെള്ളം കേട്ടോ. ഇനി ഒരു 2.5 ടേബിൾ സ്പൂൺ, ഒരു 2.5 ടേബിൾ സ്പൂൺ കൂവനൂറ് കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിക്കാം. നന്നായിട്ട് കുറുകട്ടെ, വേവട്ടെ അല്ലേ. നമ്മളൊരു 3 ഗ്ലാസ് വെള്ളം ആദ്യം നമ്മൾ അടുപ്പത്ത് വെച്ചു. അത് തിളച്ച്, അതിൽ ശർക്കര ഇട്ടു. അത് തിളച്ച് കഴിഞ്ഞപ്പോൾ 1 ഗ്ലാസ് വെള്ളത്തിൽ പൊടി കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു. അപ്പോൾ 4 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ ആകെ ഉപയോഗിച്ചേക്കണത്. അതിൽ കുറച്ച് എന്തായാലും വറ്റിപ്പോകും. ഇതാ നാളികേരം ഇടാം. എന്താ രസമല്ലേ. നമ്മൾ തിരുവാതിരക്കാണ് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാറ് കേട്ടോ. എനിക്ക് ഓർമ്മ. പക്ഷെ നമ്മൾ കുറച്ച് ദിവസം മുമ്പ് ഉണ്ടാക്കിയില്ലേ, അതായത് പാലക്കാട്ടുകാരി കൊണ്ടുവന്ന സാധനം എന്തെങ്കിലുമൊക്കെ വാങ്ങണ്ടേ. അത് വാങ്ങിയപ്പോഴാണ്. ഇനി നമുക്കിത് ഇടാം കേട്ടോ. ഇതാ, യെസ്, അതിട്ടു. ഇനി തീ ഓഫാക്കിക്കോളൂ. ഇനി വറുത്ത വെളിച്ചെണ്ണയുണ്ട്, വെളിച്ചെണ്ണയല്ല വറുത്ത നെയ്യ്, അതുകൊണ്ടിൽ ഒഴിക്കാം. യെസ്, ശരിക്കും പായസമായി കേട്ടോ. ഓക്കെ, ഒന്ന് അടച്ചു വയ്ക്കാം അല്ലേ. അപ്പോൾ നമ്മുടെ കൂവ പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ. പായസം എന്ന് പറയാം, കൂവനൂറ് കുറുക്കിയതെന്ന് പറയാം. പായസം എന്ന് വേണമെങ്കിൽ പറയാം. പായസത്തിൽ നാളികേരം പാലൊന്നും ഒഴിച്ചിട്ടില്ല എന്ന് മാത്രം. നല്ല സ്വാദ് ഉണ്ടാവും കേട്ടോ, നമുക്ക് കഴിക്കാം. എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ദിവസമാട്ടോ. എന്തായാലും എന്താ കാരണം എന്ന് വെച്ചാൽ ഇവരോട് പറയട്ടോ ഞാൻ. ഇന്ന് എനിക്ക് നല്ല സന്തോഷമുള്ള ദിവസമാട്ടോ. എന്താ കാരണം എന്നറിയോ? ഇപ്പം തന്നെ ഞാൻ പണ്ട് പഠിപ്പിച്ച ഒരു കുട്ടി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ വിളിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വെറുതെ വിളിച്ചതാ, പണ്ട് പഠിപ്പിച്ചതാ. അപ്പോൾ ഞങ്ങൾ കളിക്കാനൊക്കെ എന്നെ പ്രാക്ടീസിന് പോകുമ്പോൾ അവിടുത്തെ ടീച്ചർ എന്നോട് പറഞ്ഞാണ്, പഠിപ്പിച്ച കുട്ടിയാണ്, ശീലാവതി എന്നാണ് പേര്, പണ്ട് പഠിപ്പിച്ചതാ. അപ്പോൾ ശീലാവതി എൻ്റെ നമ്പർ ചോദിച്ചു, കൊടുക്കട്ടെ എന്ന് ചോദിച്ചു. പിന്നെ കൊടുത്തോളൂ എന്ന് പറഞ്ഞു. പഠിപ്പിച്ച കുട്ടിയല്ലേ, സന്തോഷമല്ലേ. അപ്പോൾ
നമ്പർ കൊടുത്ത് ഇന്ന് രാവിലെ ഇപ്പം ഞങ്ങളിത് ഉണ്ടാക്കണേക്കാൾ തൊട്ട് മുന്നാണ് വിളിച്ചതിട്ട് ശീലാവതിനെ എഴുതി കാണിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ശീലാവതിയാന്ന്. അപ്പം എന്നോട് എന്തൊക്കെയാണ് പറഞ്ഞ ജയശ്രീ 8ാം ക്ലാസ്സിൽ മാത്രമേ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളൂ എന്ന്. ഇപ്പോൾ ആള് എന്നെ വിളിച്ചതാണ് കാണാൻ. കുറേ നാൾ മുമ്പ് സ്കൂളിൽ വന്നിട്ടുണ്ടായിരുന്നു അത്ര, എന്തോ ഒരു ഡ്രൈവിംഗ് ടെസ്റ്റിന് വേണ്ടിയിട്ട് എന്തോ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങാൻ സ്കൂളിൽ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ അന്ന് ആൾക്ക് എന്തോ ഒരു സർട്ടിഫിക്കറ്റ് എടുത്ത് കൊടുക്കാൻ സഹായിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞതാണ്. അന്ന് ആൾക്ക് ഭയങ്കര സന്തോഷമായി. അത് ശരി, ഞാനൊന്ന് സഹായിക്കാറുണ്ട്. ഞാൻ ആരെങ്കിലും വരികയാണെങ്കിൽ, ഞാൻ പഠിച്ച സ്കൂളാണല്ലോ, അപ്പോൾ അവിടെ പഠിച്ചു പോയ ആൾക്കാർക്ക് ഞാൻ എടുത്തു കൊടുക്കാനായിട്ട് സഹായിക്കാറുണ്ടായിരുന്നു. കാരണം ആരെയും വന്നിട്ട് നിരാശരാക്കി പറഞ്ഞേക്കാൻ എനിക്കിഷ്ടമില്ല, അങ്ങനെയാണ്. അപ്പം ഞാൻ തന്നെ അതിലിടപെട്ട് ശരിയാക്കി കൊടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ വിളിച്ചു, സന്തോഷമായി എനിക്ക്. ആൾ ഡ്രൈവിങ്ങൊക്കെ പഠിച്ചു, വണ്ടിയൊക്കെ ഓടിച്ചു തുടങ്ങി എന്ന് പറഞ്ഞാൽ മേടിക്കേ കേട്ടോ. ഇപ്പോൾ കുറച്ചും കൂടി പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അന്ന് ഇത്തിരി മടിയുള്ള കാരണമൊന്നും പോയില്ല എന്ന് പറയണം. എന്തായാലും ഞാൻ പറഞ്ഞു, അതുകൊണ്ട് വിഷമിക്കണ്ട, പഠിച്ചില്ലെങ്കിലും നമുക്ക് കൂടുതൽ അറിവുണ്ടാവാൻ എന്താ ചെയ്യുക, നമ്മുടെ കുട്ടികൾ പഠിക്കുമ്പോൾ അവരുടെ കൂടെ നമ്മൾ ഇരിക്കുക. അപ്പോൾ അവരെ പഠിപ്പിക്കുക. ചെറിയ ക്ലാസ്സിൽ നമുക്ക് പറ്റൂല പഠിപ്പിച്ച് അടുത്ത സ്റ്റെപ്പ് അവരോടൊപ്പം പഠിച്ച് നമുക്ക് നല്ല അറിവ് നേടാം. അതുപോലെ പത്രം വായിക്കുക, നല്ല പ്രഭാഷണങ്ങൾ കേൾക്കുക, അപ്പം നമുക്ക് അറിവ് നേടാം. പഠിച്ചില്ല എന്നൊന്നും ആരും പറയൊന്നുമില്ല, വിഷമിക്കണ്ട, നന്നായിട്ട് ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല സന്തോഷമുള്ള ദിവസമാണ്. എൻ്റെ മനസ്സിൽ നിന്ന് ആ സന്തോഷം ഇങ്ങനെ പോയിട്ടില്ല, അത്ര സന്തോഷമാണ്. അപ്പോൾ ഞങ്ങളുടെ കുടിക്കല്ലേ നമുക്കിനി വരൂ കേട്ടോ. എൻ്റെ സന്തോഷം നിങ്ങളായിട്ട് പങ്കുവച്ചതാട്ടോ. ഞാൻ നല്ല ആഹാരം ഉണ്ടാക്കിയപ്പോൾ നിങ്ങളെ കാണിച്ചു തരുന്നു, നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നു. എനിക്കിന്നൊരു സന്തോഷം ഉണ്ടായപ്പോൾ അത് ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രം കേട്ടോ. ഈശ്വര രക്ഷിക്കണേ, എല്ലാവർക്കും നല്ലത് വരണേ. ലെറ്റ് us start. യെസ്, ഇത്ര വിശക്കുമാറുണ്ടേ. ബ്രേക്ക്ഫാസ്റ്റ് എന്നല്ലേ പറയണത്? ഫാസ്റ്റിനെ ബ്രേക്ക് ചെയ്യാൻ അർത്ഥം മനസ്സിലായ? ഫാസ്റ്റ് എന്താ അർത്ഥം അറിയോ? ഫാസ്റ്റ് എന്താ അർത്ഥം? ഫാസ്റ്റ് എന്ന് വെച്ചാൽ വേഗം എന്നർത്ഥമുണ്ട്. ഫാസ്റ്റ് വേറെ അർത്ഥമുണ്ട്. ഫാസ്റ്റിംഗ് എന്ന് കേട്ടിട്ടില്ലേ? ഉപവാസം, ഒന്നും കഴിക്കാണ്ടിരിക്കുക. ഫാസ്റ്റിംഗ് എന്ന് വെച്ചാൽ ഉപവാസം എന്നർത്ഥം. ആ ഫാസ്റ്റിങ്ങിന് നമ്മൾ രാത്രി ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ ഒന്നും കഴിക്കാണ്ട് നമ്മുടെ വയറ് ഫാസ്റ്റിങ് ചെയ്തിട്ട് ഒന്നുമില്ലാണ്ടിരിക്കല്ലേ, ആ ഫാസ്റ്റിങ്ങിനെ ബ്രേക്ക് ചെയ്യണം നമ്മളിപ്പോൾ. അതാണ് അത്ര ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പേര് വന്നതെന്ന്. വേഗം എന്നർത്ഥമുണ്ട് ഫാസ്റ്റിന്, ഈ അർത്ഥം ഫാസ്റ്റിങ് ഉപവാസം. ഈ വീഡിയോ കണ്ട രാജേട്ടന് കൊടുക്കാത്തിരി കേട്ടോ. ഹെൽത്തി ഫുഡാണ് കേട്ടോ. ഇത് കാരണറിയോ? കൂവനൂറ് പ്ലസ് ശർക്കര പ്ലസ് അണ്ടിപ്പരിപ്പ് പ്ലസ് മുന്തിരിങ്ങ പ്ലസ് നാളികേരം പ്ലസ് നെയ്യ്, കുറച്ചുള്ളെങ്കിലും ഉള്ളത് ഹെൽത്തിയാണ്. അത്ര മതി. അയ്യോ, നിങ്ങൾക്ക് തരാൻ മറന്നു അല്ലേ പാത്രത്തിൽ ജയശ്രീയ? ഇന്നലെ ഞാൻ കൊടുത്തത് അവർക്ക് ഭയങ്കര സന്തോഷമായി. അവർ ടീച്ചർ തന്ന ഉരുള ഞാൻ കഴിച്ചു കേട്ടോ. നല്ല സാധനം, ഒരു ചെറിയ പാത്രം എടുത്തല്ലോ. അമ്പോ, അതാണ് നമ്മൾ പറയുന്നത്, എത്ര ഇതില്ലാത്ത ആഹാരമായാലും സ്നേഹത്തോടെ ഒരാൾ തരികയാണെങ്കിൽ അത് നമുക്ക് അമൃതോപമമായിരിക്കും എന്നാ പറയാം. ടേക്ക് നല്ല സ്വാദുള്ള കൂവനൂറ് കുറുക്കിതാ. എല്ലാവരും കഴിച്ചോളൂ കേട്ടോ. അതേ ഇനി ഇരിക്കേണ്ടതിൽ കുറച്ചും കൂടി ഇതിലുണ്ട്, ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ ഓക്കെ, എടുത്തില്ലേ? ആവി പറക്കുന്ന ഇഷ്ടമായോ? ആയെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക കേട്ടോ. ഉണ്ടാക്കി നോക്കിക്കോളൂ, നല്ലതാ. മധുരം കുറച്ച്, ചില ആൾക്കാർ പഞ്ചസാര ഇടും, ചില ശർക്കര ഇടും. ഇനി വേണമെങ്കിൽ കൽക്കണ്ട ഇടാം, പനം കൽക്കണ്ട ഇടാം. പിന്നെ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ പനം കൽക്കണ്ട ഇട്ട് കൊടുത്താൽ മതി.
അപ്പോൾ ഓക്കെ നിർത്തട്ടെ. രാവിലെ ഭക്ഷണം കഴിച്ച് ഞങ്ങൾ പള്ളത്തേക്കൊന്ന് പോകാമെന്ന് വെച്ചു. ഇപ്പം മഴയില്ലാത്ത സമയമാണല്ലോ. പള്ളത്തെത്തിയിട്ടോ ഞങ്ങളിതാ ഗേറ്റ് കടന്ന് താഴേക്ക് പോകാമെന്ന് വെച്ചു. ചാണവണ്ടിയാ പെട്ടിയോട്ടാ. മരത്തിൻ്റെ മുകളിൽ നിന്ന് വെള്ളം തലയിൽ വീഴാണ്ടിരിക്കാനായിട്ട് ഒരു മഴക്കോട്ടൊക്കെ ഞാൻ ഇട്ടു കേട്ടോ. പിന്നെ കൊതുക് കടിക്കാണ്ടിരിക്കാനും നല്ലതാണ് ഇത്. ഷർട്ടോ മഴക്കോട്ടോ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് താഴത്തേക്ക് ഇറങ്ങി പോവുകയാണ് കേട്ടോ ഞങ്ങൾ. അങ്ങേ അറ്റത്തെത്തുമ്പോൾ പുഴയും കാണാം നമുക്ക് കേട്ടോ. ജയശ്രീ എന്നെക്കാളും മുന്നിലാണ് നടക്കണത്. നാളികേരമൊക്കെ കിടക്കണുണ്ട് കേട്ടോ ഇവിടെ. നാളെ നമുക്ക് തൽക്കാലം കാട്ടിൽ പോയിട്ട് ട്രക്കിങ് എന്ന് പറഞ്ഞ പരിപാടി ഉണ്ട്. ട്രക്കിങ് വെച്ചാൽ ഇതുപോലെ പോകണം, വടി കുത്തി പിടിച്ച് ബാക്കിൽ നമ്മുടെ സഞ്ചിയും ബാഗൊക്കെ ഇട്ട് കയറ്റം കയറണം. കയറ്റം കയറി ശരി നോക്കൂ, ഇവിടെ നിന്ന് കാണാൻ വെള്ളം. പക്ഷെ എന്താ അവിടെ ഒരു തടസ്സം പോലെ നിൽക്കണേ. അമ്മേ ഇവിടെ നല്ല കാണാൻ പോകാൻ മലവെള്ളമല്ല, മലയെന്ന് വരുന്ന വെള്ളം. നമുക്ക് ചിമ്മിണി ഡാമിലേക്കൊന്ന് പോയാലോ ഞാൻ ആലോചിക്കുക. അതിൻ്റെ അപ്പുറത്ത് കണ്ട പുഴയുടെ വെള്ളം കണ്ടോ നിങ്ങൾ? ആരെങ്കിലും കണ്ടു മക്കളെ? അതാണ് പുഴ. ഈ വെള്ളം ഇവിടെ കയറി കിടക്കണ്ടിട്ടാ കണ്ട കണ്ടു. നമ്മുടെ ചെടികളുള്ള കാരണം കുറച്ച് മണ്ണൊലിപ്പ് തടയുമല്ലോ, അങ്ങനെ ഒരു ഗുണമുണ്ട്. എൻ്റെ ഭഗവാനെ കാപ്പിയുണ്ട്, എന്തൊക്കെയുണ്ട്, പനി. പുഴ കാണണമെങ്കിൽ കണ്ടോളൂ. എൻ്റെ അമ്മ എന്തൊരു ഒഴുക്കല്ലേ വേണ്ട, സത്യായ ഒഴുക്കാണ്. ആ വെള്ളം എങ്ങനെ ഇവിടെ വരെ കിടക്കുന്നുണ്ട് കേട്ടാ. ഇവിടെ വരെ നമ്മുടെ തൊട്ടടുത്ത് ഇവിടുത്തെ ഇത് കടപ്ലാവൊക്കെയാണ്. ഇത് കണ്ട പുഴ വെള്ളത്തിൻ്റെ ഒഴുക്ക് കാണി. ഇത് അങ്ങോട്ട് നോക്കിയാൽ മതി ചേച്ചി. അവിടേക്ക് കണ്ട നമ്മളിങ്ങനെ അനങ്ങോണ്ടിരിക്കപ്പോഴാണ് ഒഴുകണ കാണാൻ പറ്റുള്ളൂ. എൻ്റെ അമ്മേ പണ്ടേ കേസറിയാ, പണ്ട് ഞങ്ങൾ സ്കൂളിൽ പോകുമ്പോഴേ ഞാനും കഥ പറയട്ടെ, ഞാനും തങ്കമണി ടീച്ചറും ശാന്ത ടീച്ചറും ഒക്കെ കൂടി ഇവിടുന്ന് നടന്ന് പോവാട്ടോ. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്ത് ഒരു മനക്കല കടവ് എന്നുള്ള കടവുണ്ട്. ഞാൻ നിങ്ങളെ പിന്നെ കാണിച്ചു തരാം കേട്ടോ, നിങ്ങളുടെ വീടിൻ്റെ കഴിഞ്ഞിട്ട്. ആ കടവിൻ്റെ അവിടെ വഞ്ചിയിലാണ് ടീച്ചറെ വീട് അക്കരയാണ് കേട്ടോ. തങ്കമണി ടീച്ചറുടെ വീടിൻ്റെ അക്കര വാര്യത്തെ. തങ്കമണി ടീച്ചറുടെ വീട് അക്കരയാണ്. പണ്ട ഒഴുക്ക് ഉണ്ടോ ഇത്? അപ്പോൾ ടീച്ചർ എന്ന് വെച്ചാൽ ഇവിടെ വന്നിട്ട് ഈ മനക്കല കടവിൽ നിന്ന് ഞാൻ വരണേക്കാളും മുമ്പാട്ടാ. ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ് പോയതിന് ശേഷം സ്കൂളിലേക്ക് വരണേക്കാളും മുമ്പ് ഉണ്ടായ സംഭവമാണ്. ടീച്ചർ ഇവിടെ വന്നിട്ട് ഇവിടുന്ന് വഞ്ചി കടന്ന് അക്കരയ്ക്ക് കിടക്കും. ഈ വഞ്ചി അക്കരയ്ക്ക് കടന്നപ്പോഴേ പെട്ടെന്ന് വഞ്ചി മറിഞ്ഞു. ഇതേ കിടക്കണു എല്ലാവരും വെള്ളത്തിൽ. എന്നിട്ട് ടീച്ചർക്ക് നീന്തലൊക്കെ നന്നായിട്ട് അറിയാം. ടീച്ചർക്ക് മാത്രമല്ല ഈ ഭാഗത്തുള്ള എല്ലാവരും കുളിക്കുക പുഴയില. എനിക്കും അറിയാട്ടാ. ഇതിന് താഴെ ഞങ്ങളുടെ കടവ്. നീന്തലറിയാം. ടീച്ചർ ടീച്ചറിനെങ്കിൽ നീന്തി വെള്ളത്തിൽ കൂടെ നീന്തി. പക്ഷെ കീഴ്പോട്ട് പോകും, നീന്താൻ ശരിക്കും പറ്റില്ല. സാരി കൊടുത്തിട്ടല്ലേ വരണത്. അപ്പോൾ സാരിയൊക്കെ കാലിൻ്റെ ഇടയിൽ ഇങ്ങനെ ചുറ്റിപ്പിടിക്കും. പക്ഷെ ടീച്ചർ ഒരു കണക്കിന് വെള്ളം ചവിട്ടിൽ പോയി ആ പാട്ട് താഴെ ഒരു അമ്പലം ഉണ്ടല്ലോ, തേവര അമ്പലല്ലേ, അവിടെ ചെന്ന് കയറി. എന്നിട്ട് ടീച്ചർ തേവര അമ്പലത്തിൻ്റെ കുറച്ച് കഴിഞ്ഞ് ടീച്ചറെ വീടായി. അങ്ങനെ ടീച്ചർ രക്ഷപ്പെട്ടു എന്ന് കേട്ടണ്ട കഥ. വഞ്ചി പറഞ്ഞ ടീച്ചറുണ്ടായിരുന്നു ഇല്ല. അപ്പം എല്ലാ ആൾക്കാരും പറയും തങ്കമണി ടീച്ചർ പുഴ നീന്തി മലവെള്ളത്തിൽ പുഴ നീന്തി കയറിയിട്ടുള്ള ആളാണ്, നിസ്സാരകാരി അല്ല എന്നൊക്കെ പറയും. എന്നുവെച്ചാൽ അവർക്ക് നീന്തലൊന്നും അറിയില്ലല്ലോ. ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ ബെസ്റ്റായിട്ട് നീന്തലറിയാം. ടീച്ചർക്ക് അന്നൊക്കെ വേണമെങ്കിൽ ഒരു 10-35 വയസ്സൊക്കെ ആയിണ്ടാവുള്ളൂ എന്ന് തോന്നണം എനിക്ക്. എന്തൊഴുക്കാ കണ്ടോ മക്കളെ? ഈ വെള്ളത്തിൽ വഞ്ചി മറിഞ്ഞാൽ നമുക്ക് സാധാരണ കുളിക്കാൻ പോകുമ്പോഴൊക്കെ നീന്തും നമ്മൾ. പക്ഷെ അതിൻ്റെ ഡ്രസ്സാണല്ലോ. പക്ഷേ സാരി കൊടുത്ത് നീന്താൻ എളുപ്പമല്ല. പുഴ കണ്ടില്ല എല്ലാവരും. എൻ്റെ തങ്കമണി ടീച്ചർ എന്നെ പഠിപ്പിച്ച ടീച്ചറാണ്. 8ലൊക്കെ എൻ്റെ ഹൈസ്കൂളിൽ എൻ്റെ ടീച്ചറെ പഠിപ്പിച്ചിട്ടുണ്ട്. ഹിന്ദി പഠിപ്പിച്ച ടീച്ചറാണ്. ടീച്ചറുടെ അതിലേ പോവല്ല, നാളെ കിടക്കുന്നുണ്ട് അവിടെ.
തങ്കമണി ടീച്ചർ ഇപ്പോൾ ഇല്ല കേട്ടോ. ടീച്ചർ കോവിഡ് വന്നപ്പോൾ കോവിഡ് പിടിപെട്ട് മരിച്ചുപോയി. ടീച്ചറുടെ ഹസ്ബൻഡും മരിച്ചുപോയി കേട്ടോ. ടീച്ചറുടെ മക്കളൊക്കെ ഉണ്ട്. 3 ആൺമക്കൾ അമേരിക്കയിലാണ്, മോള് നാട്ടിലുണ്ട്. സുധ എന്നാണ് പേര് കുട്ടിയുടെ. മോളുടെ മോളും ഉണ്ട്. എൻ്റെ പ്രിയപ്പെട്ട തങ്കമണി ടീച്ചറുടെ സ്മരണയ്ക്ക് മുമ്പിൽ ഞാൻ ഈ വീഡിയോ സമർപ്പിക്കട്ടെ.